ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ. കീം 2024 നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഒരുപാട് മാറ്റങ്ങളോട് കൂടിയാണ് ഈ വർഷം പരീക്ഷ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാനും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനും. അപ്പൊ അതിനുവേണ്ടി കീം എക്സാമിന് വേണ്ടി നിങ്ങളെ സഹായിക്കാനായിട്ട് ലേണിനോ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നമ്മൾ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കീം എക്സാമിനെ കുറിച്ച് അറിയാനും എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നും എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ കീം എക്സാമിനെ കുറിച്ച് ഓവറോൾ ആയിട്ട് അറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ നമുക്ക് നോക്കാം. ഓക്കെ, ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 27/3/2024 മുതലാണ്. അപ്പൊ അന്ന് മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17/4/2024, ഏപ്രിൽ 17 വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം. പക്ഷെ ആരും തന്നെ അവസാന ദിവസത്തേക്ക് വേണ്ടി ഇത് മാറ്റി വെക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ഏപ്രിൽ ഫസ്റ്റ് വീക്കോട് കൂടി തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വായിച്ചു നോക്കി അപ്ലോഡ് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം എടുത്തുകൊണ്ട് അധികം വൈകാതെ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ലാസ്റ്റ് ഡേറ്റിലേക്കൊന്നും മാറ്റി വെക്കാതിരിക്കുക. ഓക്കെ, ഇനി സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് 24 വരെ സമയമുണ്ട്. ഏപ്രിൽ 24 വരെ നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ ടൈം ഉണ്ട്. അഡ്മിറ്റ് കാർഡ് 20/5 മെയ് 20-നായിരിക്കും അഡ്മിറ്റ് കാർഡ്സ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുക. എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷന്റെ ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ജൂൺ 1 മുതൽ ജൂൺ 9 വരെ ആയിരിക്കും നടക്കുന്നത്. അപ്പൊ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വിവിധ ദിവസങ്ങളിൽ പരീക്ഷ നടക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് എക്സാമിനേഷൻ വെന്യൂ, അത് അഡ്മിറ്റ് കാർഡ് വരുമ്പോഴാണ് നമുക്ക് എക്സാമിനേഷൻ വെന്യൂ അറിയുന്നത്. ഇനി നമുക്ക് എക്സാമിന് എപ്പോഴാണ് എത്തേണ്ടത് അതിനൊക്കെ കൃത്യമായിട്ട് സമയം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് സെഷൻ 1, സെഷൻ 2, അതായത് മോർണിംഗ് സെഷനിലും ആഫ്റ്റർനൂൺ സെഷനിലും ഇപ്രാവശ്യം പരീക്ഷകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഓരോ സെഷനിലും ഏത് സമയത്താണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് എക്സാം ഹാളിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അപ്പൊ മോർണിംഗ് സെഷനിൽ എക്സാം ആണെന്നുണ്ടെങ്കിൽ എക്സാമിനേഷൻ സെന്ററിലേക്ക് 7 മണിക്ക് തന്നെ എത്തണം. എക്സാമിനേഷൻ ഹാളിൽ നമ്മൾ 8:15-നാണ് എൻറ്റർ ചെയ്യേണ്ടത്. മോക്ക് ടെസ്റ്റ് 8:45-നും എക്സാമിനേഷൻ ഹാളിലേക്കുള്ള ലാസ്റ്റ് എൻട്രി 8:50-നും ആയിരിക്കും. ഓക്കെ, 9 മണിക്ക് തന്നെ കൃത്യമായിട്ട് പരീക്ഷ തുടങ്ങും. 12 മണിക്ക് പരീക്ഷ അവസാനിക്കും. 3 മണിക്കൂർ എക്സാം ആണെന്ന് നമുക്കറിയാം. സോ ഇതാണ് മോർണിംഗ് സെഷനിലുള്ള പാറ്റേൺ. ഇനി ആഫ്റ്റർനൂൺ സെഷനിലാണെന്നുണ്ടെങ്കിൽ 12:30-ക്കാണ് നമ്മൾ എക്സാമിനേഷൻ സെന്ററിൽ എത്തേണ്ടത്. എക്സാമിനേഷൻ ഹാളിലേക്ക് 1:45-നും മോക്ക് ടെസ്റ്റ് 2:15-നും എക്സാമിനേഷൻ ഹാളിലേക്കുള്ള ലാസ്റ്റ് എൻട്രി 2:20-ന് കൃത്യം 2:30-ക്ക് തന്നെ പരീക്ഷ തുടങ്ങും. 5:30 വരെ ആയിരിക്കും എക്സാം. ഓക്കെ, അപ്പൊ ഈ കാര്യം മനസ്സിൽ വെക്കുക. ഇനി എന്തൊക്കെയാണ് നമുക്ക് എക്സാമിനേഷൻ ഹാളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത്? അഡ്മിറ്റ് കാർഡ്, ഫോട്ടോ ID പ്രൂഫ്, അത് എന്താണോ അഡ്മിറ്റ് കാർഡിൽ കൊടുത്തിരിക്കുന്നത് അതേ ID പ്രൂഫ് തന്നെ കയ്യിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ട്രാൻസ്പാരന്റ് ബോൾ പോയിന്റ് പെൻ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് എക്സാമിനേഷൻ ഹാളിലേക്ക് അനുവദിക്കുകയുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് റഫ് വർക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ള പേപ്പേഴ്സ് എക്സാമിനേഷൻ ഹാളിൽ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, എക്സാമിന്റെ റിസൾട്ട് വരുന്നത് 26/2024 ജൂൺ 20-നായിട്ടായിരിക്കും വരുന്നത്. റാങ്ക് ലിസ്റ്റ് ജൂലൈ 20 കൂടിയായിരിക്കും റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പൊ ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് അറിയുന്നത് ആർക്കൊക്കെയാണ് ഈ കീം എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത്. ആരൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ബിഫാം, MBBS, BDS, ആയുർവേദ, ഹോമിയോപ്പതി, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്, BTech ബയോടെക്നോളജി, ഫോറസ്ട്രി, വെറ്ററിനറി ആൻഡ് ഫിഷറീസ്. ഈ കോഴ്സുകൾക്കൊക്കെ ജോയിൻ ചെയ്യുന്നവര് കീമിന് അപ്ലൈ ചെയ്യണം.
പക്ഷെ എഞ്ചിനീയറിംഗിനും ബിഫാമിനും ഒക്കെയാണ് നമ്മൾ എക്സാം വരുന്നത്. ബാക്കിയുള്ള കോഴ്സുകൾക്കുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ നമ്മളിവിടെ എഞ്ചിനീയറിംഗ് ബേസ് ചെയ്ത് പറയുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും കീം എക്സാം എഴുതണം. പക്ഷെ ഈ പറഞ്ഞ കോഴ്സുകളിലേക്കൊക്കെ ജോയിൻ ചെയ്യുന്നവർക്ക് കീമിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി www.cee.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നമ്മൾ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഈ വെബ്സൈറ്റ് നമ്മൾ കൃത്യമായി ഓപ്പൺ ചെയ്ത് അതിലെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഇനി ഇതിന്റെ പ്രിന്റ് ഔട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ അയക്കേണ്ടതൊന്നുമില്ല. കംപ്ലീറ്റ് ആപ്ലിക്കേഷനും ഓൺലൈനായി മാത്രമാണ്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന്റെ മുന്നേ നമ്മൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് വേണ്ടതെന്നുള്ളതാണ്. എല്ലാ സർട്ടിഫിക്കറ്റ്സും ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമ്മൾ സൈൻ ചെയ്ത് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഓഫീസ് സീൽ വേണ്ട കേസ് ആണെങ്കിൽ അതെല്ലാം ഓഫീസ് സീലോട് കൂടി സിഗ്നേച്ചർ വേണ്ടത് ഏത് അതോറിറ്റിയുടെ ആണോ വേണ്ടത് അതെല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫ് അതേപോലെ തന്നെ സിഗ്നേച്ചർ ഇതെല്ലാം തന്നെ വളരെ ക്ലിയർ ആയി അതിന്റെ സ്പെസിഫിക്കേഷൻ അതിന്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യാം. സ്പെസിഫിക്കേഷൻ ഒക്കെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ സ്പെസിഫിക്കേഷൻ ഉള്ളത് തന്നെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഏത് കോഴ്സ് ആണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായി സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും സിഇയുടെ വെബ്സൈറ്റ് അതില് റെഗുലർ ആയിട്ട് അതിൽ വരുന്ന അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ നോക്കുക. അഡ്മിറ്റ് കാർഡ് എല്ലാം നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഓൺലൈൻ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. കീമിന്റെ ഓവറോൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വരുന്ന എക്സാം ഡേറ്റുകളെ കുറിച്ചും സിലബസിനെ കുറിച്ചും എക്സാം പാറ്റേണിനെ കുറിച്ചും അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അതോടൊപ്പം നമ്മുടെ ലേണിനോ ആപ്പില് നിങ്ങൾക്ക് കീമിന്റെ ക്രാഷ് കോഴ്സുകളും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴ്സ് കീം 2024 എന്ന് പറയുന്ന ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കംപ്ലീറ്റ് സിലബസ് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസും ലെക്ചേഴ്സും മോക്ക് ടെസ്റ്റും PDF സ്റ്റഡി മെറ്റീരിയൽസും അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഇനി MCQസും മോക്ക് ടെസ്റ്റും മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ കോഴ്സ് പർച്ചേസ് ചെയ്യാം. ടെസ്റ്റ് സീരീസുകൾ മാത്രം മതി എന്നുണ്ടെങ്കിൽ ടെസ്റ്റ് സീരീസ് മാത്രമായിട്ടും നമ്മൾ കോഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വർഷം നമുക്ക് CBT എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ടെസ്റ്റുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്കുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇതിനകത്ത് യൂണിറ്റ് വൈസ് ടെസ്റ്റുകൾ ഉണ്ട്, സബ്ജക്ട് വൈസ് ടെസ്റ്റുകൾ ഉണ്ട്, കീ മോഡൽ ടെസ്റ്റുകൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ടെസ്റ്റ് സീരീസ് വരുന്നത്. ഇനി ഓരോ സബ്ജക്റ്റുകൾ മാത്രമായിട്ട് നമുക്ക് കീം ബേസ് ചെയ്തുകൊണ്ടുള്ള കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സബ്ജക്ട് വൈസ് കോഴ്സ് കീം കെമിസ്ട്രി, കീം ഫിസിക്സ്, കീം മാത്സ് എന്ന് പറഞ്ഞ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ അതും പർച്ചേസ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഓപ്ഷൻ ആണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിക്കാം. കീമിന്റെ പ്രിപ്പറേഷന് വേണ്ടിയുള്ള ഫ്രീ വീഡിയോസും നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. സോ അതും കൃത്യമായിട്ട് തന്നെ കാണുക. കീമിന്റെ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.